വിൽക്കാനുണ്ടോ? തെങ്ങ് കവുങ്ങ് മാവ് മരങ്ങൾ വിൽക്കാനുണ്ടോ? തെങ്ങ് കവുങ്ങ് മാവ് മരങ്ങൾ വിൽക്കാനുണ്ടോ? തെങ്ങ് കവുങ്ങ് മാവ് മരങ്ങൾ വിൽക്കാനുണ്ടോ? ആ പൊങ്ങട്ടെ പൊങ്ങട്ടെ. എന്ത് പൊങ്ങാനാ നിക്കാ? എന്റെ തൊള്ളയിൽ എന്റെ മാക്കൾ കയറിയിരിക്കണ 3 കുറ്റി പുട്ടും കൈത്തണ്ടന്റെ വലിപ്പമുള്ള അരക്കൊല പയോ ഒരു ചെമ്പ് ചായന്റെ വെള്ളം കുടിച്ചിട്ട് 1/2 മണിക്കൂർ ആയില്ലല്ല. അപ്പോഴേക്ക് എന്റെ നാക്ക് കൊഴിഞ്ഞു പോയാ വിട്ടൂലേ അമ്മായിരം മൈകണ എന്റെ വെച്ചാ ഇങ്ങനെ മരങ്ങൾ വിൽക്കാനുണ്ടോ? വെറുതെ കൈത്തിരിച്ചാ മാത്രം പോരാ, തൊള്ള നല്ലോണം തുറക്ക്. ഈ നാട് മുഴുവൻ കേൾക്കണം. ഇക്ക എങ്ങനെ നാട്ടിൽ മരക്കച്ചവടത്തിന് വന്നതാ അല്ല നമ്മുടെ കച്ചവടം നിൽക്കാൻ വന്നതാ? നമ്മൾ ഈ നാട്ടിൽ പുതിയ ആൾക്കാരാണ്. അന്റെ തൊള്ളേന്റെ ബലത്തിൽ വേണം നമ്മുടെ ബിസിനസ് തയ്ച്ച് വളരാൻ. ആ വെളിപൊങ്ങട്ട തെങ്ങ് കവുങ്ങ് മാവ് മരങ്ങൾ വിൽക്കാനുണ്ടോ? ഇവിടെ തെങ്ങ് കവുങ്ങ് മാവ് വിൽക്കാണ്ട. ഈ തോപ്പ് മൊയ്തൂട്ടി ആജന്റിയാ മോനെ, നിങ്ങൾ ഓരോട് പോയി ചോദിക്കും. തെങ്ങ് കവുങ്ങ് മാവ് മരങ്ങൾ വിൽക്കാനുണ്ടോ? മുപ്പരെ ഇവിടെ ഈ തല പോയ തെങ്ങ് വല്ലതും വിൽക്കാണ്ട. ഇവിടുന്ന ഇച്ചിരി ദൂരത്തുനിന്ന മരക്കച്ചവടത്തിന് ഇറങ്ങിയതാ. ഞാൻ വേഗം നിർത്തി വിട്ടോളൂ. ആചാര്യ തോപ്പിൽ തലയില്ലാത്ത തെങ്ങ് നോക്കുന്ന തന്റെ ഒന്നും തല കാണില്ല. ആ വേഗം സ്ഥലം വിട്ടോളൂ. ഹാജിയാര്? അതെ, ഹാജിയാര്. അല്ല മൂപ്പര് ഏത് ഹാജിയാര്? മൊയ്തുട്ടി ഹാജി. തെങ്ങ് കവുങ്ങ് മാവ് മരങ്ങൾ വിൽക്കാനുണ്ടോ? തെങ്ങ് കവുങ്ങ് മാവ് മരങ്ങൾ വിൽക്കാനുണ്ടോ? എന്തിനും തൊള്ള കയറുന്നത് തൊയ്ത്തിൽ പയ്യനെ പഠിപ്പിക്കാനാ? നമ്മള് കുറെ ദൂരത്തുനിന്ന് പറഞ്ഞ മരക്കച്ചവടക്കാരാണേ. അപ്പൊ നല്ല തൊള്ളയെടുത്ത് വിളിച്ചാലല്ലേ നമ്മളെ ആൾക്കാർ ശ്രദ്ധിക്കൂ. അതുകൊണ്ടാ ഈ തെങ്ങ് കവുങ്ങ് മാവ്. മരങ്ങൾ വിൽക്കാനുണ്ടോ? മതിയെന്ന്. തെങ്ങും മാവും കവുങ്ങൊക്കെ പോരാന്റെ പിന്നാമ്പറത്തുണ്ട്, ചെന്ന് നോക്ക്. ശരി സഹോദരി. ഇവിടെ ഇരിക്കെ, വെള്ളം ചൂടായിട്ട് വിളിക്കാം. ഹസീന, കസ്തൂരി പൂങ്കാറ്റേ ഇത് കണ്ടോ ഈ കണ്ണാളെ, കണ്ണില് കണ്ണില് മിന്നായം കൽവില് പൊയമീൻ തുള്ളാട്ടം, മുഞ്ചിത് കണ്ടു കണ്ടോ മുസറുത് കണ്ടു കണ്ടോ, ആരിവളെന്ന് പറയൂ നീ. ഞമ്മളെ പോരേന്റെ പിന്നാമ്പുറത്ത് അനക്കെന്താടാ പണി? മരങ്ങൾ വിൽക്കാനുണ്ടോ? ഞമ്മളെ പൊരയിലെ പെണ്ണുങ്ങൾ ഒളിഞ്ഞു നോക്ക ഇങ്ങക്ക് എങ്ങനെ ധൈര്യം വന്ന്? നമ്മൾ ആരാന്നറിയാ? മൊയ്തൂട്ടിയാജി, കോലറക്കല് മൊയ്തൂട്ടിയാജി. ഞമ്മള് വേണ്ടാന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഒരു ഈച്ച അനങ്ങൂല, ഒരു കാക്ക പറക്കൂല. അങ്ങനെയുള്ള നമ്മളെടുത്ത് അറാം പറപ്പ് കാണിക്കുക. ഇതാണ് മൊയ്തൂട്ടി ഹാജി. ഭയ്യെന്നെല്ലാം പെരുത്ത് കേട്ട് ഇങ്ങടെ പേര് അറിഞ്ഞോണ്ടൊരു ഹറാം പറപ്പും നമ്മൾ കാട്ടിയിട്ടില്ല. മരം നോക്കി നോക്കി വന്നപ്പോ ഒരു കിളിച്ചുണ്ട മാവ് നിൽക്കണം, വേറെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഒരേ ഔത്താണോടാ മാവ്. എറയമേലൊരു ഓട് പൊട്ടിയിരുന്ന് അതിന്റെ ഇടയിലൂടെയാണ് മാവ് കണ്ട. അതിന്റെ ചൂത്രമൊന്നും നമ്മളെടുത്ത് വേണ്ട. ഈ നാട്ടിൽ മരക്കച്ചവടം ചെയ്യാം, പുറത്തൊന്നും ഒരുത്തന്റെ ആവശ്യമില്ല. അതിനിവിടെ ഞമ്മളുണ്ട്. മരക്കച്ചവടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടാത്ത മരങ്ങള്? ഞമ്മക്ക് വേണ്ടാത്ത മരങ്ങളൊന്നും ഈ നാട്ടിലില്ല. തല പോയ തെങ്ങ മറ്റ തലയല്ല ബാല് പോയ തെങ്ങായാലും ഞമ്മക്ക് വേണം. ഈ കച്ചവടം ഈ നാട്ടിൽ നടക്കൂല. പൊക്കോ, വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പൊക്കോ. ഗോലാടി കോടാലി. ഞമ്മടെ ബിസിനസ് ഒന്ന് ബേഷായിട്ട് വേണം കുറച്ചും കൂടി വലിയ പുരയിലേക്ക് മാറാൻ. ഇവിടെ അത്രക്ക് സൗകര്യം പോരാ. അനക്ക് ഇതൊന്നും പോരല്ലേ? തിരൂരങ്ങാടിയിലും ബസ് സ്റ്റാൻഡിലൊക്കെ ആയിട്ട് മുട്ടന്റെ കടി കൊണ്ട് കിടന്നല്ലേ. ആ ചോയിന്റെ കാല് നോക്കിയിട്ടാ ഇത് തന്നെ ഇവിടെ ഒത്തുകിട്ടിയത്. വലിയ പോരേ. ഞമ്മളിക്കാന്റെ കച്ചവടം നല്ല ബർക്കത്തായിട്ട് വന്നിട്ടുള്ള കാര്യമല്ലേ പറയണ്. ഈ കച്ചവടം നടക്കൂല. അപ്പൊ പിന്നെ ഞമ്മളെന്തെടുക്കും? നമ്മൾ കച്ചവടം മാറ്റും. ഈത്തപ്പഴോ ഈത്തപ്പഴോ, നല്ല സഹായ വിലക്ക് ഈത്തപ്പഴോ ഈത്തപ്പഴോ ഈത്തപ്പഴോ. ഈ ദുനിയാവിൽ ആരും കൊടുക്കാത്ത വിലക്ക് ഈത്തപ്പഴോ ഈത്തപ്പഴോ ഈത്തപ്പഴോ. നല്ലതാണോ? അറേബ്യയിൽ നിന്ന് കാലത്ത് കൊണ്ടുവന്നുള്ളൂ. അതൊക്കെ കഴിച്ചു നോക്കിട്ട് പറയാം. എന്താണ് ബല? വിലയും കൊലയും നോക്കണ്ടുമ്മ. ഉമ്മക്ക് ഇഷ്ടമുള്ള തന്നോളി. പഴയ തുണി നന്നാ മതി മതി മതി. എത്ര വേണമെന്ന് പറയും. ഷൈനബ,
ജിബോയ് ഒരു പാത്രം എടുത്തിട്ട് വരി. ജിബോയ് വേണ്ടാത്ത തകരവും തുണി എടുത്തിട്ട് വാ. വേറെ കച്ചവടം ചെയ്യാനേ. എത്ര വേണേമ്മ, എത്ര വേണേലും എടുത്ത് തിന്നു പോയിക്കളി. ഈ സ്റ്റൈലിലേക്ക് ആയരണ്ട. എന്തിനാ കാക്കേനെ പോലെ കൈത്തിരിക്കണം? ലേസം ലേസം വെള്ളം വെള്ളം കുടിക്കാൻ ദാഹിക്കണ്. ആ പിന്നിൽ പണിക്കാരുണ്ടാവും, അവിടെ പോയി ചോദിക്കോ. ഉമ്മാക്ക് എടുത്തു കൊടുക്ക്, ഉമ്മാക്ക് തൂക്കി കൊടുക്ക്, ഉമ്മാക്ക് എടുത്തു കൊടുക്ക്. എന്താണ്ടാക്കരുത് തുള്ളരുത്. അന്റെ കാലുമേൽ ആണി കയറിയ ഒരു തത്തുമ്മ, എന്തുമ്മ ഒരു തത്തുമ്മ ഇങ്ങോട്ട് പറന്നു വന്ന് നമ്മളെ പറമ്പ് കൂടെ തത്തുമ്മയും പാത്തുമ്മയും ബീവാത്തുമ്മൊക്കെ പറന്നു വന്ന് വരും. അതിന് അനക്കെന്താന്നാ ചോദിച്ചത്? മരക്കച്ചോടൻ തത്തുമ്മ ഇറങ്ങി പോടാക്കി മാറേ. അല്ല ആചാരെ, നിങ്ങൾ പറഞ്ഞനുസരിച്ച് നമ്മൾ മരക്കച്ചവടം നിർത്തി ഈത്തപ്പഴത്തിന്റെ ബിസിനസ് തുടങ്ങി. ഈ ദുനിയാവിലെ ഏറ്റവും കുറഞ്ഞ വിലക്ക് നല്ല ഈത്തപ്പഴം. എന്താ എന്റെ ഉദ്ദേശം? ഈ ഈത്തപ്പഴത്തിന്റെ ഈ കുന്തപ്പയോ നമ്മളെ പൊരയിൽ അനക്കെന്താ പണി എന്നാ ചോദിച്ചത്? അതല്ലേ ആചാര്യ പറഞ്ഞ് പൊരേന്റെ ഉമ്മറത്തിരുന്ന ഒരു ഉമ്മാക്ക് ഈത്തപ്പഴം തൂക്കി കൊടുത്തോണ്ടിരുന്നപ്പോഴേ ഒരു തത്തുമ്മ പറന്ന് അന്റെ ഈത്തപ്പയ ഇവിടെ വെക്കാനാ? നടക്കണം അങ്ങോട്ട്. ആചാര്യ, ആചാര്യ, അന്റെ ഭയവും വേണ്ട പപ്പടം വേണ്ട, എടുത്തോണ്ട് പോടാ. എന്താണ്ടാ ബലാലെ വായി പൊളിച്ച് നിൽക്കണം? എന്താടാ പിരാന്ത് കാട്ടണ? ഈ വിലക്ക് ഈത്തപ്പഴ എവിടെയെങ്കിലും കിട്ടുമോ? ഈയിലും വില കുറച്ച് കിട്ടുന്ന ഒരു സാധനം ഉണ്ട്, ചാണകം. വാങ്ങിച്ചു തിന്നോളി. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കരണക്കുട്ടിക്ക് നല്ല വീക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. എന്താണ്ട അല്ല, ഇങ്ങനെ സ്വഭാവം വെച്ച് നോക്കുമ്പോ മോറ് വീങ്ങണ സമയം കഴിഞ്ഞ്. എന്താണ്ട എന്റെ സ്വഭാവത്തിനൊരു കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. നല്ല മൊഞ്ചത്തികളെ കണ്ടാല് ഇങ്ങനെ കണ്ണു മഞ്ഞളിക്കുന്നതും പാ നിറച്ച് വെള്ളം നിറയുന്നതും ഞമ്മള് കണ്ടിട്ടുണ്ട്. ഇജപ്പ കണ്ട് ഈന്തപ്പയം തൂക്കുമ്പോള് ഒരു ചുവന്ന മാമ്പയം കണ്ട് നിങ്ങൾ വാ പൊളിക്കണത് നമ്മള് കണ്ട്. ഇങ്ങനെ കച്ചവടം ചെയ്താല് ഉടനെ പാളയം തകരം എടുത്തിട്ട് ഞമ്മള് വയ്യിൽ കുത്തിരിക്കേണ്ടി വരും. കോളേജ് കണ്ട കണ്ട് 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 കണ്ടേ. ഓള് ഏതാ? ആ ഉമ്മാന്റെ മോളോ ഹാജാരുടെ പെങ്ങളോ ആയിരിക്കും. നാട്ടിൽ നിറയെ പെണ്ണുങ്ങളുണ്ട്. അതൊക്കെ ആരൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റുമോ? ലൈഫോ എവിടെയാണ് അവിടെയാണ് ആരോഗ്യോ. പക്കെങ്കിൽ എന്താ നിക്ക? നമ്മള് സ്നേഹിച്ചു പോയി. ആരെ നിക്ക? ആ മുഞ്ചത്തിനെ. അതെപ്പോഴാ നിക്ക? ഓളെ ഞമ്മള് കണ്ടില്ലേ? അപ്പൊ തന്നെ ഓള് ഞമ്മടെ കൽബി കയറി കുത്തിയിരുന്നു. ഇതൊരു ജാതി ദീനോണിക്ക. എന്ത്? ചേലുള്ള പെമ്പിള്ളേരെ കണ്ടാല് ഓരോട് കൽബി കയറി കുത്തിരിക്കാൻ പറയല്. എങ്കിലാ ദീനം ഞമ്മക്ക് പിടിച്ചു ഉസ്മാനെ. ഓളെ ഞമ്മളെപ്പോഴും കിനാവ് കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ കുളിച്ചല്ലേ പിന്നെ കുളിക്കാൻ പോവാ? ഈ കണക്കിന് പോയാൽ നിങ്ങൾ സ്നേഹിച്ച് സ്നേഹിച്ച് വെള്ളത്തിലാവുന്ന ലക്ഷണമുണ്ട്. വെള്ള 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 വെളേ ഓൾക്ക് വളവേണമെന്ന് തയർക്ക് തയർക്ക് ഇല്ല. ഓർക്ക് വളപിക്കൂല. ഒരുടെ കൂടെ കണ്ടില്ലേ? കയ്യിൽ കൂടെ വെച്ചോണ്ടിരിക്കുന്നവർക്ക് നമ്മൾ വളപിക്കൂല. അതോടൊപ്പം ഞാൻ നമ്മുടെ കയ്യിൽ ചോന്ന വളയണല്ല. ഇങ്ങനെ പറ്റി തയർക്ക് ഓക്ക് നമ്മൾ വളപിക്കൂല. വേലി കണ്ടില്ലേ? വേലിക്ക് നിൽക്കുന്നവർക്ക് നമ്മൾ വളപിക്കൂല. ആർക്കും പിക്കൂലാച്ച പിന്നെ എന്തിനായി കൈ കച്ചവടം? അനക്ക് ബിസിനസ് അറിഞ്ഞൂടെ ഉസ്മാനെ? ആദ്യത്തെ കച്ചവടം നല്ല ബർക്കത്തുള്ളതാവണം. നല്ല ലക്ഷണമൊത്ത കൈക്ക് വേണം നമ്മൾ ആദ്യത്തെ വളയിടാം. എന്നാലേ നമ്മുടെ ബിസിനസ് തയ്ച്ച് തയ്ച്ച് വളരൂ. ഇജ്ജ് നോക്കിക്കോ. ആ വള 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 വളേ. ദോഷവും ദൃഷ്ടി ഉണ്ടായിരുന്നത് മുഴുവൻ ജപിച്ചോതി കളഞ്ഞിരിക്കണു. ഇനി ആ പെൺകുട്ടിക്ക് ബോധക്ഷയോ ദീനോ ഒന്നും ഉണ്ടാവില്ല.
പോയിട്ട് അർദ്ധരാത്രി അങ്ങോട്ട് സുഖാവുക. വള ഇട്ടോര് അകത്ത് കണ്ണാടി പോയി നോക്കി. ഉമ്മ നിങ്ങളും വേണമെങ്കിൽ നോക്കിക്കോളി. എന്തിനാ? വേണമെങ്കിൽ നോക്കിക്കോളി. ഈ വെളുത്ത കൈയിന് ചുവന്ന കുപ്പിവള നല്ലോണം എവിടെ നോക്കട്ടെ? നിങ്ങളുടെ കയ്യില് കറുത്ത കുപ്പിവള. എന്താ ഇവിടെ കയ്യിൽ വിടറാ. എന്താ ഇവിടെ വള 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 വള. കരിവള കുപ്പി അന്നോട് ഇവിടെ കേറരുതെന്ന് നമ്മൾ പറഞ്ഞല്ലേ? നമ്മള് കച്ചവടം പിന്നെ മാറ്റി ആചാരെ. ഈ ഇവിടെ കേറി വന്ന് എന്തിനാ ചോദിച്ചത്? ബെറുക്കനെ വന്ന് കയറിയൊന്നുമല്ല, ഈ ഉമ്മ വിളിച്ചിട്ട് വന്നതാ. നിങ്ങൾക്ക് എന്തിനാ കയറി വള? ചാവുമ്പോ കുയിലിട്ട് കുയിച്ച് മൂടാനാ. കഴിഞ്ഞ പെരുന്നാൾ ചന്തയിൽ ഇവിടുത്തെ പെണ്ണുങ്ങളെല്ലാം കൂടി ഒരു ബില്ല് വണ്ടി നിറച്ച് വള വാങ്ങിയതല്ലേ? അതൊക്കെ എവിടെ പുയിങ്ങി തിന്ന? ഇത് പെരുന്നാളിന് കിട്ടണ വളയല്ല ആചാരെ. ഇത് നാദാപുരത്തുനിന്ന് കൊണ്ടുവന്ന സ്പെഷ്യൽ വളയാണ്. എന്ത് സ്പെഷ്യല്? ഈ വള ബിരിയാണിയിലൂടെ കുഴച്ച് തിന്നാൻ പറ്റുക? ഇത് ഇട്ട തിളങ്ങും, നടന്നാ കിളുകും. ഇത് കണ്ട ഇത് ചേരാന്ന് കയ്യിൽ നിന്ന് വിട്ടടാ ചൂത്താനെ. കൊടുക്കണേ. അല്ല ആചാരെ, നമ്മൾ നയിച്ചെങ്കിൽ നിങ്ങൾ സമ്മതിക്കൂലേ? നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഈത്തപ്പഴത്തിന്റെ മരത്തിന്റെ കച്ചവടം നമ്മൾ നടത്തിയ? ഈ നാട്ടിൽ വേറെ പോരെയില്ല എനിക്ക് കച്ചവടം ചെയ്യാൻ? ഈ പറയുന്ന നാട്ടിലല്ലേ? ഈ പോലെ തീ പിടിച്ചു പോയി. പെണ്ണുങ്ങളുടെ കൈക്കേറി പിടിക്കാൻ ഓരോ ചൂത്രം കൊണ്ട് ഇറങ്ങിയിരിക്കണം. മേലി കച്ചവടം എന്ന് പറഞ്ഞ് ഈ പൊരേന്റെ അകത്ത് കേറി പോയിട്ടുണ്ടെങ്കിലാ ആണുങ്ങളെ വായിൽ നോക്കിക്കാണ്ട് എല്ലാം കേറി പോകത്ത്. ഇക്ക നല്ല ഐശ്വര്യമുള്ള തുടക്കം. കച്ചവടം പൊടി പൊടിക്കും. അതിനൊക്കെ എന്നോട് ദേഷ്യാണ്. പറവന് ദേഷ്യാണ്. എന്തിന്? വളയിടാൻ സമ്മതിക്കാത്തതിന്. ഓനൊരു ബലാല ആ വളക്കാരൻ. അത് മാത്രമല്ല, ഈ ദുനിയാവിലുള്ള ഒരു സൈത്താനെ അന്റെ ബേത്തോടാൻ നമ്മൾ സമ്മതിക്കൂല. നാദാപുരത്തുനിന്നും വേണമെങ്കിൽ കോഴിക്കോട്ടുനിന്നോ നമ്മൾ തന്നെ പോയി നല്ല അസല് വള കൊണ്ടു തരൂലേ? പിന്നെ എന്തെല്ലാം ഉണ്ട് ആശ? പറഞ്ഞു വടക്കേ പോയില്ലേ 500 പറ കണ്ടോ? അന്റെ പേരിൽ എഴുതി തരട്ടെ? വേണ്ട. പിന്നെ എന്താ വേണ്ടേ? 10 കൊമ്പനാനെ തരട്ടെ? എന്തിന്? അല്ല, നമ്മൾ അനക്ക് ഒരു കുറവും എത്തൂല. ഈ 10 മാറ്റ് തങ്കത്തിനെ ഞമ്മക്ക് കിട്ടിയാൽ ചിലർക്ക് കണ്ണുകടിയുണ്ട്. ഇവനേസുകൾ കൂടുതൽ പണി ചെയ്ത് അതുകൊണ്ടാ ബോധം കേട്ടത്. പക്ഷെങ്കില് ഓൻ്റെ ഒക്കെ വല്ലുപ്പൂപ്പാനെ തോപ്പിക്കാൻ പോകുന്ന ഒരാള് നമ്മളേലുണ്ട്. ഇങ്ങോട്ട് അടുത്ത് വാ മുത്തേ, നിൽക്കാൻ്റെ അടുത്ത് വാ. ഇനി ഞമ്മക്ക് ക്ഷമയില്ല. ചൂടുള്ള എണ്ണയിലിട്ട കടുക് മാതിരി പിടക്കാണ് നമ്മളെ കൽബ്. ഇങ്ങോട്ട് അടുത്ത് വാന്ന്. അല്ലോ കരയുന്ന എന്തിനാ പൊന്നെ? മയ്യത്തായി പോയ ഞമ്മള് വല്യുപ്പാപ്പ എവിടെ? ഇന്ന് ഉച്ചക്ക് ഞമ്മളെ കനവില് വന്ന് ആ, അത്രയല്ലേ ഉള്ളൂ. മൂപ്പര് ഞമ്മളെ കനവില് വന്ന് പറഞ്ഞതെല്ലാം ഇതുവരെക്ക് നടന്നിരിക്കണം. അതാ നമുക്ക് പേടി. ഒന്ന് തെളിച്ചു പറയണ്ട അതിനാ. ഈ ചന്ദ്രമാസം കഴിയും മുമ്പ് ഞമ്മള് കെട്ടിയവന്റെ ഒപ്പം മണിയറെ കഴിഞ്ഞാല് നിങ്ങള് മയ്യത്തായി പോകുന്നു പറഞ്ഞു. മയ്യത്താവുമ്പോ അന്റെ ഉപ്പപ്പാക്ക് പേരാത്തുണ്ടായിരുന്നു. ഇങ്ങനെ വായി തോതൊക്കെ വിളിച്ചു പറയാ. അമിന, കാലം എത്ര പരിഷ്കരിച്ചിരിക്കണത്. വിവരമുള്ളവരിപ്പോ ഇതൊന്നും വിശ്വസിക്കൂല. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട ഞമ്മളെ നിക്കാന് 2 ആഴ്ച മുമ്പ് മല്ലുപ്പാപ്പ കനവില് വന്ന് വടക്ക് നാട്ടിന്നൊരു സുന്ദര ഹാജിയാരി വന്ന് ഞമ്മളെ കൊണ്ടുപോകുന്നു പറഞ്ഞു. നടന്നില്ലേ? പിന്നെ ഒരു ദിവസം കനവില് വന്ന് പറഞ്ഞ് ഒരേല മുട്ടനാട് ചത്തു പോകുന്നു. എന്നിട്ട് ചത്ത തലയും കുത്തി താഴെ വീണ് ചത്ത്. അപ്പൊ ഇനി 5-6 ദിവസം വെള്ളമിറക്കി നടക്കണല്ലേ? നിങ്ങള് മയ്യത്തായ പിന്നെ ഞമ്മക്കാരാ? അത് നേരാ. ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും അന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ല. ഏത്ത് തൊട്ട അപ്പ മയ്യത്താവുന്ന പറഞ്ഞേക്കണ. കള്ളപ്പന്നി. ഈ സുന്ദരിയല്ല ആരാ പറഞ്ഞു?
ഇങ്ങോട്ട് വാ. എന്താണ്ടാ നിങ്ങൾ സ്നേഹിക്കുന്ന പെണ്ണില്ലേ ഓക്കെന്തായി പോയി? ആ ഓക്കൊന്നാവൂല ആവാൻ പോണത് നിങ്ങക്കാ. കാര്യം പറയട്ടെ ഈ മാറാ. ഓളെ കെട്ടിയിരിക്കണെന്ന് ഞമ്മള് മുടിഞ്ഞ സത്യോളി പറയണത്. ഈ പടാ ഞമ്മക്ക് പോയി അയച്ചിടാൻ പറ്റുമോ നോക്കാം. പണ്ടാളങ്ങ എനിക്ക് പറഞ്ഞാലും മനസ്സിലാവൂലേ. ഞാൻ പറഞ്ഞ കെട്ട് അയക്കാനും പറ്റില്ല, അറക്കാനും പറ്റൂല. മൊയ്തൂട്ടി ഹാജി മിന്നു കെട്ടിയ കാര്യം ഞമ്മള് പറഞ്ഞത്. ഓളോന്റെ ബീവിയാ, ബീഡരി. നിങ്ങളെന്താണ് കോയി നിലാവത്ത് നിക്കണമാര് നിക്കണത്? വിട്ടേക്കിന്ന്. ഓളില്ലെങ്കിൽ ഓളുടെ ഉമ്മ. ഈ ദുനിയാവില് വേറെ പെണ്ണുങ്ങളില്ലെന്ന്. നല്ല ഒരെണ്ണത്തിനെ കണ്ടുപിടിച്ച് നിങ്ങൾ ഒന്നുകൂടി സ്നേഹിക്ക്. അങ്ങനെ പറയല്ല ഉസ്മാനെ. ഓള് ഞമ്മടെ നെഞ്ചില് ഒരു കൂട് കൂട്ടിക്കണം. ഇന്റെ അള്ളോ, നിങ്ങൾ എന്താണ് ഈ പറയണത്? നിങ്ങൾ വേഗം ചെന്നാ കൂട് പൊളിച്ചോളി. അല്ലെങ്കിൽ ഹാജിയാരെ വന്ന് ഇങ്ങനെ നെഞ്ചും നമ്മളെ കൂട് പൊളിക്കും. ഓ, ഈ കൂന്താലിക്കാരുടെ ഇടിന്ന് വെച്ച നല്ല ഉസിരുള്ള ഇടിയാണിക്ക. ഇടിക്കേ കുത്തിയേ എന്ത് വേണേലും ചെയ്തോട്ടെ. ഞമ്മള് മുന്നാക്കം വെച്ച കാല് പിന്നാക്കം വെക്കൂല. ഓളെ ഞമ്മക്ക് അത്രയ്ക്ക് ഇഷ്ടായി പോയി. ഇങ്ങക്കൊല്ല ഭ്രാന്തണ്ട. അതേടാ ഉസ്മാനെ, ഈ മുഹബത്ത് എന്ന് പറയണ ഒരു ജാതി ഭ്രാന്താണ്. സ്നേഹിച്ചു പോയാ പിന്നെ കണ്ണും മൂക്കും കാതൊന്നും തിരൂല. നമ്മൾ പറയണത് നിനക്ക് മനസ്സിലാവണ്ട. ഇപ്പൊ മനസ്സിലായി വരുന്നുണ്ട്. എന്ത് മനസ്സിലായി? സ്നേഹിച്ചു പോയാ പിന്നെ അത് ബെല്ലോന്റെ മോളാണോ, പെങ്ങളാണോ, ഭാര്യയാണോ, ഉമ്മയാണോ, ഉമ്മുമ്മയാണോ എന്നൊന്നും ഞമ്മക്കറിയേണ്ട കാര്യമില്ല. അതല്ലേ നിങ്ങൾ പറഞ്ഞത്? അതന്നെ എന്റെ പഠിച്ചോനെ കഥകളെ.